നമ്മുടെ കേരളത്തിന്റെ മിക്ക ടൗണുകളിലും തെരുവ് നായ ശല്യമുണ്ട്. രാത്രി സമയങ്ങളിൽ മാത്രമല്ല, പകൽ സമയത്ത് പോലും തെരുവ് നായ്ക്കൾ എല്ലാവർക്കും ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പലരെയും ഓടിച്ചിട്ട് കടിക്കുന്നു. കൊച്ചുകുട്ടികളെ പോലും ഇവ വെറുതെ വിടുന്നില്ല. തെരുവ് നായ ആക്രമണം ഇപ്പോൾ നിത്യവാർത്തയായിരിക്കുകയാണ്. എന്നാൽ നായയെ തിരിച്ച് ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ ഇവിടെ മൃഗസ്നേഹികൾ ഇറങ്ങും. മനുഷ്യരെ സ്നേഹിക്കുന്നവരെക്കാൾ മൃഗത്തെ സ്നേഹിക്കുന്നവർ ഉള്ളതുകൊണ്ട് തന്നെ നായശല്യം പരിഹരിക്കാൻ ഇവിടെ ആർക്കും ആകുന്നില്ല എന്നതാണ് സത്യം. വലിയ വലിയ നേതാക്കളെ പോലും തെരുവു നായ കടിച്ചിട്ടുള്ളതും വാർത്തയായിരുന്നു. എന്നിട്ടും ഇന്നും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത സർക്കാർ സംവിധാനത്തെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ തെരുവു നായ കടിച്ച ഒരാൾക്ക് നിയമപരിരക്ഷ കിട്ടും എന്നത് പലർക്കും അറിയില്ല. ആ നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ 2016 ഏപ്രിൽ 5 ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റിയെ സുപ്രീം കോടതി നിയമിച്ചത്. കേരളത്തിലെ തെരുവുനായ ശല്യം രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. നിയമ സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് ഡയറക്ടറുമാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. എറണാകുളം നോർത്തിലുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിൽ കഴിഞ്ഞ 6 വർഷമായി കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തെരുവുനായയുടെ കടിയേൽക്കുന്നവർക്ക് പരാതിയുമായി സമീപിച്ചാൽ പരാതി പരിശോധിച്ച് ആവശ്യമായ നഷ്ടപരിഹാരം നിശ്ചയിച്ച് പണം നൽകാനുള്ള നിർദ്ദേശം സർക്കാരിന് നൽകുകയാണ് കമ്മിറ്റി ചെയ്യേണ്ടത്. പരിക്കിന്റെ ആഴം, പരിക്കേറ്റവരുടെ പ്രായം, ജോലി ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങൾ, അംഗവൈകല്യം സംഭവിക്കുക, ശരീരഭാഗങ്ങൾ വികൃതമാകുക, ഇതെല്ലാം പരിഗണിച്ചാണ് നഷ്ടപരിഹാര തുക കമ്മിറ്റി നിശ്ചയിക്കുക. പരിക്കേൽക്കുന്ന ആൾ കൃത്യമായ വിവരങ്ങളും ചികിത്സാരേഖയും വെച്ച് വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി കൊച്ചി ഓഫീസിൽ എത്തിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പരാതിക്കാരൻ ഒരു തവണ കമ്മിറ്റിക്ക് മുന്നിൽ ഹിയറിംഗിനായി ഹാജരാകണം. അഭിഭാഷകന്റെ സാന്നിധ്യം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പരാതിക്കാർക്ക് മറ്റു ചെലവുകൾ ഉണ്ടാകുകയുമില്ല. തെരുവുനായുടെ കടിയേറ്റവർ വാക്സിൻ എടുക്കുന്നത് സർക്കാർ ആശുപത്രിയിലാണ്. അതിനാൽ ചികിത്സ സൗജന്യമായിരിക്കും. എന്നാൽ അത്തരം ആളുകൾക്കും നഷ്ടപരിഹാരത്തിനായി കമ്മിറ്റിയെ സമീപിക്കാം. കമ്മിറ്റി നിർദ്ദേശിക്കുന്ന തുക പരാതിക്കാരൻ താമസിക്കുന്ന പഞ്ചായത്തോ മുനിസിപ്പാലിറ്റികളോ ആണ് നൽകേണ്ടത്. കമ്മിറ്റി നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം നൽകാമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ തന്നെ അറിയിച്ചിട്ടുള്ളതിനാൽ ഈ തുകയിൽ സർക്കാരിന് മാറ്റം വരുത്താനാകില്ല. എന്നാൽ പണം ലഭിക്കാൻ നിലവിൽ 3 മുതൽ 4 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. പണം അനുവദിക്കാനുള്ള ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്നതിലെ കാലതാമസമാണ് ഇതിനു കാരണം. ചില തദ്ദേശ സ്ഥാപനങ്ങൾ ഈ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അത് തള്ളുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റി രൂപീകരിച്ച് 6 വർഷമായിട്ടും ഇതുവരെ പരാതിയുമായി കമ്മിറ്റിയെ സമീപിച്ചത് 5036 പേർ മാത്രമാണ്. ഇതിൽ 881 പേർക്ക് പണം നൽകി. നായ കുറുകെ ചാടി അപകടത്തിൽപ്പെട്ട് മരിച്ച ആൾക്ക് 32 ലക്ഷം രൂപ വരെ കമ്മിറ്റി നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വിവരങ്ങൾ പലർക്കും ഉപകാരപ്പെടും. തെരുവുനായ ശല്യം ഒരു പ്രധാന സാമൂഹിക പ്രശ്നമാണ്. ഈ വിഷയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ഇത്തരം വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.